നമസ്കാരം സാറേ. നമസ്കാരം. എന്താണ് പ്രശ്നം? കരയാതെ കാര്യം പറയണം. എന്താണ് പ്രശ്നം? സാറേ, എന്നൊരുത്തനെ എപ്പോ നോക്കിയാലും മെസ്സേജ് വിട്ട് ശല്യം ചെയ്യുന്നു സാറേ. അവനെ കൊണ്ട് വല്ലാത്ത ശല്യമാണ് സാറേ. എന്ത് മെസ്സേജാണ് വിടുന്നത്? അവനെപ്പോഴും വിടുന്ന മെസ്സേജ് എന്താണെന്നറിയോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും സാറേ. ഇവര് നിങ്ങൾക്ക് അവരെ ബ്ലോക്ക് ചെയ്യാറുന്നല്ലോ. അയ്യോ, അങ്ങനെ ബ്ലോക്ക് ചെയ്യാൻ പറ്റൂല സാറേ. എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലേ അതെന്ത് കാര്യം അറിയാൻ വേണ്ടി എനിക്ക് എപ്പോഴും ഇങ്ങനെ ദൂരം വന്നോണ്ടിരിക്കും. എനിക്ക് ഉറങ്ങാൻ പറ്റൂല സാറേ അത്. ബെസ്റ്റ്. എങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവനോട് തന്നെ ചോദിച്ചുകൂടായിരുന്നോ എന്താണ് പറയാനുള്ളതെന്ന്? സാറേ, ഞാൻ അവനോട് ചോദിച്ചു സാറേ. എന്നിട്ട് അപ്പൊ അവൻ പറയാണേ ഒറ്റക്ക് വന്നാ പറഞ്ഞു തരാന്ന്. മെസ്സേജ് അല്ല അവന്റെ ലക്ഷ്യം. സത്യം. നിങ്ങളാരാണ്? ഇതെന്റെ ഭർത്താവാ സാറേ. എന്തിന്? എന്തിന്? ഞാൻ അന്നേരം പറഞ്ഞില്ല, നിനക്ക് ഒറ്റയ്ക്ക് വന്നാൽ മതി. ഈ സ്വന്തം ഭാര്യയ്ക്ക് എടുത്ത മെസ്സേജ് അയക്കുമ്പോ അവനെ കണ്ടുപിടിച്ച് പൊട്ടിക്കാൻ പറ്റാത്ത ഒരു ഭർത്താവ് എന്തിനാണെന്നാണ് ഞാൻ ചോദിച്ചത്. സാറേ, ഇവിടെ മൊബൈലില് ഇവിടെ ഒരു സാധനങ്ങളകത്ത് എന്നെ കൈ കൊണ്ട് തൊടത്തില്ല സാറേ. ഒരാളിങ്ങനെ ശല്യം ചെയ്യുന്നു ഞാൻ അറിഞ്ഞപ്പോ ഒരു ദിവസം ഈ മെസ്സേജ് മൊബൈലിൽ മേടിച്ചാൽ നോക്കി. അപ്പൊ അവ ഉമ്മ ചോദിച്ചേക്കുന്ന മെസ്സേജ് ഇട്ടേക്കുന്നു. ഞാനൊരു 10 ഉമ്മ അങ്ങോട്ടാ കഴിച്ചോടും. എടാ, നീ 10 രൂപ അങ്ങോട്ട് അയച്ചു കഴിഞ്ഞാ തന്റെ ഭാര്യയാണ് അയച്ചെന്നല്ലേ അവൻ വിചാരിക്കുള്ളൂ. എനിക്കറിയാലോ, എന്റെ ഭാര്യയല്ല ഞാനാ മെസ്സേജ് അയച്ചത്. അത് അവനറിയത്തില്ലല്ലോ. അവൻ ഇനി എന്ത് കരുതിയാലും എന്താ പറയാ, എന്റെ ഭാര്യ പതിവ്രതയാന്ന് എനിക്കറിയാമല്ലോ. നിന്റെ പേരെന്തോന്നാ?